തെറ്റ് പറ്റിപ്പോയി. എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ പറയാൻ പാടില്ലാത്തത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. മനുഷ്യനല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടായി. ഞാൻ പറഞ്ഞതാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവർ എനിക്കെതിരെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം വേറെ പരാതി കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. അമ്മാ സംഘടനയിലെ കുലസ്ത്രീ, എനിക്ക് അങ്ങനെയാണ് ഇവരെ കുറിച്ച് പറയാൻ തോന്നിയത്. ഇവരൊക്കെ എന്താണെന്ന് അവരെ വിചാരം? അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന എല്ലാം കൂടി കുഴച്ചമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു വെച്ചപ്പോൾ ഇവർക്കൊക്കെ സന്തോഷമായോ? തൊട്ടു മുന്നേ ഭരിക്കുന്ന സമയത്ത് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത ടീമും മോശമായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സംഘടന ഉള്ളിൽ തീർക്കുക. കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ജനങ്ങളെ മുന്നിലേക്ക് നിങ്ങൾ വന്നിട്ട് ഈ ലക്ഷ്മി പ്രിയൊക്കെ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അൻസിബയെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ച്? അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ നിങ്ങൾക്ക് തോന്നിയ പോലെ നിന്നിരുന്നു വിചാരിച്ചോ? മോളെന്താ ചെയ്ത്? ടിനി ടോമിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് എന്ത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാണ് നിങ്ങൾ? എന്താണ് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെടുത്തത്? അദ്ദേഹത്തിൽ നിന്ന് എന്തൊരു ഔഷധ ഗുണമാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഈ പറയുന്ന അൻസിബയെ ഒറ്റപ്പെടുത്താനും അൻസിബയെ താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ വിചാരിച്ച്? അയ്യോ ഞങ്ങളൊന്നും ശ്രമിക്കുന്നില്ലേ, ചെയ്യുന്നില്ല, എന്താ ഡിജിറ്റൽ ക്യാമറ അല്ലാന്നോ? ഇത്രത്തോളം ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ അവസാനം ക്യാമറ അല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇത് വളച്ചൊടിച്ച് വഷളാക്കുന്ന എന്താ? ആ സ്ത്രീ അൻസിബ എന്ന് പറഞ്ഞ, അൻസിബ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ നടിയെ നിങ്ങൾ എന്ത് പറഞ്ഞ് ആക്ഷേപിച്ചോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്താ പറയുന്നത്? MLA ഇതിലേക്ക് രമേശ് പിഷാരടിയെ വിളിച്ച സമയത്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരുപാട് പണികളുണ്ട്, ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീർക്കേണ്ട പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ ലക്ഷ്മി പ്രിയ സംസാരിക്കുന്നതായിട്ട് കണ്ടു. നിങ്ങൾക്ക് നാണല്ലേ? ഞാൻ ചോദിക്കുക, നിങ്ങൾക്കൊരു തുള്ളി നാണല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നടിക്കുകയാണോ? ഈ പറയുന്ന MLA മന്ത്രിമാരും ഓർക്ക് അത്ര വലിയ തിരക്കൊന്നുമില്ല. നിങ്ങളെ പ്രശ്നം തീർക്കട്ടെ അവിടെ. നിങ്ങളെ പ്രശ്നം കണ്ട് ഇവിടെ ജനങ്ങൾക്ക് മടുത്ത് ഓരോ ചാനൽ എന്താ പറഞ്ഞത്? വേറൊരാളെ വിളിച്ചു, എനിക്ക് പേഴ്സണലി ഭയങ്കര ബന്ധമാണ് രമേശ് പിഷാരടി എന്ന് പറയുമ്പോഴത്തേക്ക് രമേശ് പിഷാരടി ലക്ഷ്മി പ്രിയ ആണ് ശരി, അൻസിബ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ? ന്യായം ആരുടെ ഭാഗത്താണോ അവരെ കൂടെ നിൽക്കാനേ ഏതൊരു ജനപ്രതിനിധികളായാലും നോക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചത്? നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിങ്ങനെ ജീവിക്കുകയാണോ വേണ്ടിയത്? യാതൊരു ഉളുപ്പുമില്ലല്ലോ, വെറുതെ നിന്ന് കളകള പറഞ്ഞുകൊണ്ടിരിക്കേ.